ഹലോ ഗായ്സ്, ഇതെൻ്റെ ഒരു ഡ്രീം എക്സിബിഷനായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണൊന്ന് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതൊന്ന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കാണാനും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതായത് ടൈറ്റാനിക്കിൻ്റെ RMS ടൈറ്റാനിക് എന്ന് പറയുന്ന അവരുടെ ഡയറക്റ്റ് അവർ നടത്തുന്ന എക്സിബിഷനാണ്. ഇത് ഇവർ വേൾഡ് ഫേമസ് ആണ്. ഐ തിങ്ക് US അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ മൊത്തത്തിൽ അവർ കവർ ചെയ്ത് നടത്തുന്നൊരു എക്സിബിഷനാണ്. അങ്ങനെ ഇവർ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തായിരുന്നു. അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവരെ വിസിറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ ഈ എക്സിബിഷൻ കാണാൻ പോകുന്നത് എൻ്റെ ഫാമിലിയായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ ലോർഡ് ജെയിംസ് പുള്ളിക്കാരനാണ് ഈ ഷിപ്പിൻ്റെ ബിൽഡിങ്, അതുപോലുള്ള എങ്ങനെ ടൈറ്റാനിക് വന്നു, ടൈറ്റാനിക്കിൻ്റെ മറ്റ് മദർഷിപ്സ് ഏതൊക്കെയാണ്, അന്നുണ്ടായിരുന്ന ഒളിമ്പിക്കാണെന്ന് തോന്നുന്നു, അതുമാണ് ഈ ടൈറ്റാനിക് ബ്രിട്ടാനിക്ക അങ്ങനെ ഒരു ഷിപ്പും കൂടെയാണ് ഇവർ ലോഞ്ച് ചെയ്തത്. അതനുസരിച്ച് പിന്നെ അതിൻ്റെ ക്യാപ്റ്റനായ ജെയിംസ്, അവരെ പറ്റിയുള്ള വിവരണങ്ങൾ, അന്നത്തെ ഒറിജിനൽ ഫോട്ടോസ്, ഇതൊരു റിയൽ ആർട്ടിഫാക്ട്സ് ആണ്. അതെന്ന് വെച്ചാൽ ഇതിലുള്ള പല സാധനങ്ങളും റിയലായിട്ട് അവർ ഈ ഷിപ്പിൻ്റെ അടിയിൽ പോയി കളക്ട് ചെയ്തതാണ്. അതായത് ഇത് ആദ്യം ഡിസ്കവർ ചെയ്തത് 100 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇത് കടലിൻ്റെ അടിയിൽ പോയിട്ട് ഈ റോബോട്ട്സ് ഇതിനെ പിക്ക് ചെയ്തത്. അത് വെച്ച് അവർ ലോകം മൊത്തം ഒരു എക്സിബിഷൻ നടക്കുന്നു. അതിൽ ഒരു 200 എണ്ണം വരുന്ന സംഭവങ്ങൾ കളക്ട് ചെയ്ത ഒരു എക്സിബിഷൻ ടീമാണ് ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത്, RMSൻ്റെ. അപ്പോൾ അവരെല്ലാം ഒതൻറ്റിക്കാണ്. അവരുടെ നമ്മൾ എക്സിബിഷനകത്ത് കയറുമ്പോൾ നമുക്ക് RMS ടൈറ്റാനിക്കിൻ്റെ അതേ ടിക്കറ്റ്, അതിൽ ട്രാവൽ ചെയ്ത ആളുടെ പേര്, ആരാണ് മരിച്ചത്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇതിപ്പം എന്നിട്ടാണ് ഇത് ആളുടെ ലഗേജാണ്, അത് ഒറിജിനലാണ്. ഇത് കടലിൻ്റെ അടിയിൽ നിന്ന് പോയി എടുത്തതാണ്. അതായത് അതിൻ്റെ പ്രഷർ നമുക്കറിയാം. ഈ ഇടയ്ക്ക് ടൈറ്റൻ എന്ന് പറഞ്ഞ് ഒരു കുറച്ച് ടീംസ് അതിൻ്റെ അടിയിലോട്ട് പോയി ഇതെടുക്കാൻ, ഇത് സന്ദർശിക്കാൻ ശ്രമിക്കും, അത് പൊട്ടിത്തെറിക്കുക. അതായത് കടലിൻ്റെ പ്രഷർ കൊണ്ട് പൊട്ടിത്തെറിച്ചത് ഒക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ അന്നത്തെ ഒറിജിനൽ ഫോട്ടോസാണ് ഇതിൽ, അതായത് വീഡിയോസ് ആണെങ്കിലും ആ ഒരു മൊമെൻ്റ് ആയാലും അവർ ക്രിയേറ്റ് ചെയ്തത് വളരെ ഭയങ്കര ഒറിജിനലാണ്. ഇതൊരു കോഫി ബോയിലറാണ്, അന്നത്തെ ബോയിലർ. അവർ അന്ന് ആ ആക്സിഡൻറ്റ് നടന്നപ്പോൾ അതിൽ പൊട്ടിയ ആ സംഭവം അതേ കണക്ക് അതിനെ എടുത്ത് പ്രിസർവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചത്. അതായത് കോഫി ബോയിലറാണ്. അതായത് നമ്മുടെ നാട്ടിലെ മറ്റേ ഈ കോപ്പർ ഉപയോഗിച്ച് ടീ ഉണ്ടാക്കുന്ന പോലെ തന്നെ സംഭവം അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഈ എക്സിബിഷനെ പറ്റി പറയാനുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതിൽ ഈ അവരുടെ ആ സ്റ്റെയർ കേസ്, ഗ്രാൻഡ് സ്റ്റെയർ കേസ് എന്നാണ് ടൈറ്റാനിക്കിൽ അത് പറയുന്നത്. പിന്നെ അവരുടെ ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് പക്ക അതുപോലെ അതിൻ്റെ റെപ്ലിക്ക അവർ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കാർപ്പറ്റ്, അന്നുണ്ടായിരുന്ന അതേ കാർപ്പറ്റ്, ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സ്, എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്, എല്ലാം, റൂം നമ്പർ, എങ്ങനെയാണ് ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ. ഇതുപോലെ ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ കാണിക്കും, സെക്കൻഡ് ക്ലാസ് ക്യാബിൻ കാണിക്കും, തേർഡ് ക്ലാസ് ക്യാബിൻ കാണിക്കും. എല്ലാ ക്യാബിൻസും അവർ അതുപോലെ തേർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതായത് ബങ്ക് ബെഡ്സും അതുപോലെയുള്ള സംഭവങ്ങൾ. ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ കളക്ട് ചെയ്ത മെയിനായിട്ട് അന്ന് യൂസ് ചെയ്തിരുന്ന ബൈനാക്കുലർ, ക്യാപ്റ്റൻ ഉപയോഗിച്ചിരുന്ന ബൈനാക്കുലർ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ എക്സിബിഷൻ്റെ അവസാനം നമുക്ക് അന്ന് അറ്റ്ലാന്റിക് ഓഷനിലുണ്ടായിരുന്ന ടെമ്പറേച്ചർ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, അതിൻ്റെ മൈനസ്. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന കോയിൻസ്, അവരുടെ ഗ്ലാസസ്, ഇതാണ്ടല്ലേ, ഇത് അവരുടെ അന്ന് ഉപയോഗിച്ച ക്യാഷ് അതുപോലെ അതിൽ നിന്ന് പിക്ക് ചെയ്തതാണ്. അതിൻ്റെ അടിയിൽ നിന്ന് ആ നോട്ടുകളൊക്കെ അതുപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഈ ഇതെന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്, ഫസ്റ്റ് ക്ലാസ് ക്യാബിന് യൂസ് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റ്. പല റെസ്റ്റോറൻറ്റ് ടൈപ്പുകളുണ്ടായിരുന്നു, അതിലൊരു റെസ്റ്റോറൻ്റാണിത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ എക്സിബിഷനിൽ കാണിക്കുന്നുണ്ട് അവർ. വളരെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ മിസ്സാവരുത്. പക്ഷേ വീഡിയോ ഇതാണ് അവരുടെ ഗ്രാൻഡ് സ്റ്റെയർ കേസ്, അവരതുപോലെ അതിനെ ചെയ്തിട്ടുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വളരെ എൻക്രേവ് ചെയ്ത് അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക.
ആർക്കെങ്കിലും കൂടുതൽ ഇതിനെക്കുറിച്ച് ഇൻഫർമേഷനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ RMS ടൈറ്റാനിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അറ്റ് പ്രസൻറ്റ് വേൾഡിൽ എവിടെയാണ് അവരുടെ ഈ എക്സിബിഷൻ നടക്കുന്നത്, ഇനി എപ്പോൾ മെൽബണിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ കൂടുതൽ പിന്നെ എനിക്ക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇത് മെയിൻലി കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോവാം. പിന്നെ ഇതിൻ്റെ എൻഡ് ഓഫ് ദ വീഡിയോ ഐ തിങ്ക് അതിൽ ഇവരൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വോളിൽ ഇവരൊരു ഐസ് വെച്ചിട്ടുണ്ട്. ആ ഐസിൽ നമുക്ക് പോയി ടച്ച് ചെയ്യാൻ പറ്റും. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന അതായത് ആ ഓഷ്യനിൽ അന്ന് ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. യു ക്യാൻ സെൻസ് ഇറ്റ്. പിന്നെ ഇതാണ് ആ തേർഡ് ക്ലാസ് ക്യാബിൻ. അവർ എങ്ങനെയാണ് തേർഡ് ക്ലാസ് ക്യാബിൻ എങ്ങനെയാണ്, ഇവിടെ എത്ര പേര് മരിച്ചു, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇതാണ് മറ്റേ വാട്ടർ ബ്രേക്കർ, അതായത് വെള്ളം ഇങ്ങനെ തടുത്ത് വെച്ചിട്ട് സിനിമ കണ്ടവർക്ക് അറിയാം സാധനം വാട്ടർ ടൈറ്റ് ഡോർസ്. ഇത് ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്നാണ് വെള്ളം അകത്തോട്ട് ഇരച്ച് കയറിയത്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അവർ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് US ഉള്ള ഒരു എക്സിബിഷനിലാണ് ഏറ്റവും കൂടുതൽ അവർ കളക്ട് ചെയ്തിട്ടുള്ള സാധനം ഉള്ളത്. ഇത് അന്ന് ക്യാപ്റ്റൻ ഉപയോഗിച്ച ബൈനോക്കുലർ, അങ്ങനെ സംഭവങ്ങൾ. പിന്നെ അവരുപയോഗിച്ച ഷൂസ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമാണ്, നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. പിന്നെ അന്ന് മരിച്ചവരുടെ പേരടക്കം അവർ വോളിൽ എഴുതിയിട്ടുണ്ട്. എത്ര പേര് മരിച്ചു, എങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ, അന്നുണ്ടായിരുന്ന റിച്ചസ്റ്റ് പീപ്പിൾ ആരാണ് ക്യാബിനിൽ. ഇതാണ് ആ സംഭവം. ഐസ്ബർഗ് ഫീൽ ചെയ്യേണ്ട സംഭവം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. എൻജോയ് ദ വീഡിയോ.